ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് റോസസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് വന്നേക്കുന്ന റോസ് ഈ ഒരു റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. റെഡ് കളറിൽ ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലാണ് ഫ്ലവറിങ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റെഡ് ബട്ടൺ റോസ് എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലീഫിനും ഒരു ബ്രൗണിഷ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ് ഈ ഒരു റോസ് കാണാനായിട്ട്. അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഡമാസ്ക് റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പനനീർ റോസ് എന്തൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നൊരു റോസ് ടൈപ്പാണ് കേട്ടോ. ഇപ്പോൾ അധികം അങ്ങനെ കാണാനില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാത്തൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു 10 കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 3 ഒക്കെ ആയിരിക്കും പിടിച്ച് കിട്ടാറുള്ളത്. ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇതിൻ്റെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടത്തില്ല എന്നാണ്. നമുക്കിതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആപ്രിക്കോട്ട് റോസാണ്. നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഈ ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള വലിപ്പമുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഒന്ന് കണ്ടോ, ഒരു പൂങ്കിലേ തന്നെ എത്രമാത്രം മുട്ടുകളും പൂക്കളും ആണ് നിൽക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ. കാരണം അതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. നിറയെ ഇങ്ങനെ പൂത്തുലയുന്നൊരു വെറൈറ്റി കൂടിയാണ് ഞാൻ ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളറാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ റോസാണ്. ഈ ഒരു കളറിലാണ് ഫ്ലവറിങ് ഉണ്ടാവുക. നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു റോസ് വെറൈറ്റി. ഇതിൻ്റെ പേര് മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ്. ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ ഷെയ്ഡെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വാടാമുല്ലയുടെ ഒക്കെ നിറമെന്ന് പറയില്ലേ, വാടാമുല്ലേനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറിലാണ് വരുന്നത്. ID വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. പഞ്ചായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവും. അതുപോലെ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ മണലിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ചെമ്മണ്ണിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ഗ്രോത്ത് ആയി കിട്ടും. പുതിയ തളിരൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ റൂട്ടഡ് ആയി കിട്ടുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. ഇത് ഈ ഒരു ID എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന റോസ്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തൈകൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 7 days എന്നാണ് കേട്ടോ. 7 days റോസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 7 days റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് കേട്ടോ 7 days എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 ദിവസം, 7 days എന്ന് പറയുമ്പോൾ 7 ദിവസം ഇത് പൂക്കൾ കൊഴിയാണ്ട് തന്നെ നിൽക്കുന്നൊരു പ്രത്യേകത ഈ റോസിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് 7 days റോസ് എന്ന് തന്നെ ഇതിൻ്റെ ID വന്നേക്കുന്നത്. അടുത്തത് ഈ ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റി ഉണ്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് കേട്ടോ. പിന്നെ ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ്ങാണ്. വൈറ്റും പിങ്കും കളറിലാണ് ഈ ഒരു ഫ്ലവർ വരുന്നത്. ഈ ഒരു പെറ്റിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്ത് മാത്രമാണ് പിങ്ക് ഷെയ്ഡ് ഉള്ളത് കേട്ടോ. ഇത് അടുത്ത വെറൈറ്റി ആണ്. ഇതിൻ്റെ പേര് ഡീല മാൽമേസൺ, സൗരീവിയ ഡീല മാൽമേസൺ എന്നാണ് ഈ ഒരു റോസിൻ്റെ ID വരുന്നത്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റി ആണ് ഡീല മാൽമേസൺ. ഇതിൻ്റെ ഒരു ഓൺ റൂട്ടഡ് വെറൈറ്റി ഉണ്ട്. ഇത് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് റോസ് ആണ്. ബ്ലാക്ക് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ ന്യൂ ലോഡിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് സെൻറ്റഡ് റോസ് ആണ് കേട്ടോ. സെൻറ്റഡ് പെർഫ്യൂം റോസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. സെൻറ്റഡ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. നമുക്കൊരു കോംബോ റണ്ണിങ് ആണ്. ബ്ലാക്ക് റോസും മിഡ് നൈറ്റ് ബ്ലൂവും വെച്ചിട്ട്, ബ്ലാക്ക് റോസ് മിഡ് നൈറ്റ് ബ്ലൂ പിന്നെ ആപ്രിക്കോട്ട് റോസ് വെച്ചിട്ടൊരു കോംബോ നമുക്ക് റണ്ണിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്നിൽ ബ്ലാക്ക് റോസും മിഡ് നൈറ്റ് ബ്ലൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ ആപ്രിക്കോട്ടും പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആപ്രിക്കോട്ടും ബ്ലാക്കും. ഇങ്ങനെ 3 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 2 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ 380 രൂപയാണ് കേട്ടോ വരുന്നത്. 150 വെച്ചിട്ട് 2 പ്ലാന്റ്സിനും ആവുന്നുള്ളൂ. 380 കൊറിയർ ചാർജ് അടക്കം വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏത് റോസും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് 2 എണ്ണം ആയിട്ടുള്ള കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോംബോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ.
ക്രീപ്പർ റോസ് വെറൈറ്റി അതിൽ വരുന്നതായിരിക്കില്ല കേട്ടോ. ഇത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ക്രീപ്പർ റോസിന് നമുക്ക് അങ്ങനെ ഒരു കോംബോ അവൈലബിൾ അല്ല. കാരണം ക്രീപ്പർ റോസിൽ ഈ ഒരു ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് കിട്ടാനായിട്ട് ഇച്ചിരി റെയർ ആയിട്ടുള്ളൊരു റോസാണ് ബേബി റൊമാൻറ്റിക്ക. അടിപൊളി വെറൈറ്റിയാണ്, ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ. നമുക്ക് മതിലിലോ ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നൊരു ടൈപ്പ് റോസാണ്. നമ്മുടെ നാടൻ വെള്ള റോസും ഒക്കെ കണ്ടിട്ടില്ലേ, അതിനേക്കാളും പൂക്കൾക്കപ്പം വലിപ്പം കൂടുതലാണ്. പിന്നെ അതേ ഇത് ഐസ് ലവ് എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ്. ഇതും നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി ആണ്. ഐസ് ലവ് എന്ന് പറയുന്നത് നിറയെ ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും. പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സിംഗിൾ പെറ്റലാണ്, ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല. 5 or 6 ഇതളുകൾ മാത്രമേ ഈ ഒരു റോസിന് വരുന്നുള്ളൂ. പക്ഷേ നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക ആ ഒരു അട്രാക്ഷൻ തോന്നുന്നത്. കാരണം നല്ല ഇങ്ങനെ നീണ്ടു വന്നിട്ട് കൊലയായിട്ട് പൂത്ത് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ഐസ് ലവ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മാംഗോ യെല്ലോ ആണ്, മഞ്ഞ റോസാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെയും അകത്ത് ആ ഒരു സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ അടുങ്ങി ഇതളുകളോട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ പൂക്കളും തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലൊന്ന് ലിങ്ക് അയച്ചു കൊടുക്കാനും മടിക്കരുത് കേട്ടോ. താങ്ക്